ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് 5 ഐസ്, അഹില്യാബായ് ഹോൾക്കാർ, പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, PM സൂരജ് പോർട്ടൽ, ദേവിൻ, ജഡ്ജസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ജോയിനിങ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ഐസ് അലയൻസിനെ കുറിച്ചാണ്. സോ ഈ 5 ഐസ് അലയൻസിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ആക്ച്വലി ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളുടെ, വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു ഇൻ്റലിജൻസ് അലയൻസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ ന്യൂസിലാൻഡിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ കാനഡയിൽ ഒരു 6 സെപ്പറേറ്റിസ്റ്റ് ലീഡർ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, ഈ 5 ഐസിൻ്റെ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 5 ഐസ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് അലയൻസ് ആണ്. ഇത് 5 രാജ്യങ്ങളാണ് ഈ 5 ഐസിൻ്റെ ഭാഗമായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോർത്ത് അമേരിക്കയിൽ നിന്ന് കാനഡ, അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് ബ്രിട്ടൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം, പ്ലസ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ഈ 5 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇൻ്റലിജൻസ് ഷെയറിംഗ് അലയൻസ് ആണ് 5 ഐസ് എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഇതിൻ്റെ ഒരു ജെനിസിസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിൽ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇത് ഫോർമലി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1946 മാർച്ച് 5 സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു UK-USA എഗ്രിമെൻ്റ് എന്നറിയപ്പെടുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് ഇനീഷ്യലി UK-യും US-ഉം തമ്മിൽ ഈ പറയുന്ന ജർമ്മൻ ആൻഡ് ജാപ്പനീസ് കോഡ്സ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അലയൻസ് ഫോം ചെയ്യുന്നത്. പിന്നീടാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ 5 ഐസ് എന്ന് പറയുന്ന 5 ഐസ് എന്ന് പറയുന്ന അലയൻസ് നിലവിൽ വരുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കാനഡ 48 ഇതിൽ ജോയിൻ ചെയ്യുന്നു. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും 1956 ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 ഐസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ ഈ 5 ഐസ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്ന ത്രെട്ടുകളൊക്കെയാണ്. അപ്പോൾ 2016 ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ 5 ഐസ് അവരുടെ നേതൃത്വത്തിൽ ഒരു 5 ഐസ് ഇൻ്റലിജൻസ് ഓവർസൈറ്റ് ആൻഡ് റിവ്യൂ കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലും അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി 5 ഐസ് കൂടാതെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ഇത്തരത്തിലുള്ള ചില ഇൻ്റലിജൻസ് ഷെയറിംഗ് ഗ്രൂപ്പിങ്ങുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാണ് 9 ഐസ് എന്ന് പറയുന്നത്. 9 ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഐസിൽ പെടുന്ന 5 രാജ്യങ്ങൾ പ്ലസ് അതുകൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഡെൻമാർക്ക്, നോർവേ, ഫ്രാൻസ്, നെതർലാൻഡ്സ് എന്നീ 4 രാജ്യങ്ങൾ കൂടി കൂടിച്ചേരുന്നതാണ് 9 ഐസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 14 ഐസ് എന്ന് പറയുന്ന മറ്റൊരു അലയൻസും ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന 9 ഐസും പ്ലസ് അതിൻ്റെ കൂടെ ഇറ്റലി, സ്പെയിൻ, ബെൽജിയം, ജർമ്മനി, സ്വീഡൻ എന്നീ രാജ്യങ്ങളും കൂടി കൂടിച്ചേരുമ്പോഴാണ് 14 ഐസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അഹില്യാബായ് ഹോൾക്കാർ എന്ന് പറയുന്ന പണ്ട് മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ മറാത്ത എംപയറിൻ്റെ ഒക്കെ ഭാഗമായിരുന്ന പ്രധാനപ്പെട്ട ഒരു ക്യൂവിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഇവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി മഹാരാഷ്ട്ര ഗവൺമെൻറ് മഹാരാഷ്ട്രയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള അഹമ്മദ് നഗർ ഡിസ്ട്രിക്റ്റിനെ അഹില്യ നഗർ എന്നാക്കിയിട്ട് റീനെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ അഹില്യാബായ് ആരാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഹില്യാബായ് എന്ന് പറയുന്നത്, അഹില്യാബായ് ഹോൾക്കാർ എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ മറാത്ത കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഹോൾക്കാർ ക്ലാനിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട മറാത്ത ക്യൂനായിരുന്നു. ഇവർ 1725 തൊട്ട് 1795 വരെയുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ഹോൾക്കാർസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡാണ് മഹാരാഷ്ട്രയിലെ ഇൻഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡോർ ആസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഇൻഡോറിലെ റാണിയായിരുന്നു കുറേ കാലം ഇവരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരാണ് ഈ മധ്യപ്രദേശിനകത്തുള്ള മഹേശ്വർ എന്ന് പറയുന്ന പ്രദേശം ഈ ഹോൾക്കാർ ഡൈനാസ്റ്റിയുടെ ഒരു പ്രധാന സീറ്റായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാപിറ്റൽ പോലെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇവരുടെ കാലഘട്ടത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവരുടെ ഹസ്ബൻഡ് ആയിരുന്ന ഒരു ഖാൻഡേ റാവു ഹോൾക്കാറും അതുപോലെ തന്നെ ഫാദർ ഇൻ ലോ ആയിരുന്ന മൽഹാർ റാവു ഹോൾക്കാർ എന്നീ 2 ആൾക്കാരുടെ മരണത്തിന് ശേഷം ഇവർ ഈ പറയുന്ന ഹോൾക്കാർ ഡൈനാസ്റ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അല്ലെങ്കിൽ ഒരു ഡിഫാക്ടോ റൂളറായിട്ടുണ്ടായിരുന്നത് ഇവരാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാൽവ സ്റ്റേറ്റ് ഇവർക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെയൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളതും ഇവർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഡയറക്റ്റായിട്ട് വാർഫെയറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. സോ ഈ പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് അസാമിലുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. പക്ഷേ അസാം ഗവൺമെൻറ് റീസെൻ്റ്ലി ഈ പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ള സ്റ്റാറ്റസ് എടുത്തു കളയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലാതാക്കി അതിനെ ഡീലിസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെതിരായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി
രംഗത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നേരത്തെ 1998 ഇവരിത് പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് 1998 ഇവർ ഈ പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് അതിനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. അപ്പോൾ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന സമയത്ത് ക്യാബിനറ്റുമായിട്ടോ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊന്നും കൺസൾട്ട് ചെയ്യാതെയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത് വിഡ്രോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു നീക്കത്തിന് ഇപ്പോൾ സുപ്രീം കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 98 തൊട്ട് ഇപ്പോൾ ഒരു 26 വർഷമായിട്ട് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അസാം സ്റ്റേറ്റിനകത്തുള്ള അവരുടെ ഒരു വെസ്റ്റേൺ ഭാഗത്തായിട്ട് വരുന്ന മോറിഗോൺ ഡിസ്ട്രിക്റ്റിലാണ് ഈ പോബിത്തോറ സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഇന്ത്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് റൈനോ പോപ്പുലേഷനുള്ള, അതായത് കാണ്ടാമൃഗങ്ങളുടെ ഏറ്റവും അധികം പോപ്പുലേഷനുള്ള ഏരിയാസിലൊന്നാണ് ഈ പോബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ മിനി കാസിരംഗ എന്നുള്ളൊരു പേരും ഇതിനുണ്ട്. ബിക്കോസ് ഓഫ് ഈ പറയുന്ന കാസിരംഗക്ക് സിമിലർ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ ഈ വൺ ഹോൺഡ് റൈനോസിൻ്റെ വലിയൊരു പോപ്പുലേഷൻ അവിടെ ഉള്ളതുകൊണ്ട് ലിറ്റിൽ മിനി കാസിരംഗ എന്നുള്ളൊരു വിളിപ്പേരും കൂടി അവർക്കുണ്ടെന്ന് ഓർത്തിരിക്കുക. സോ ഇത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത് 1987 ഈ റൈനോ പോപ്പുലേഷനെയും മറ്റുള്ള വൈൽഡ് ലൈഫിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് PM സൂരജ് പോർട്ടലാണ്. സോ ഈ PM സൂരജ് പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇന്ത്യയിലുള്ള മാർജിനലൈസ്ഡ് സെക്ഷൻസിനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലായിട്ടാണിത് ഇപ്പോൾ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ PM സൂരജിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സാമാജിക് ഉത്തൻ ഏവം റോസ്ഗാർ അധികൃത് ജൻ കല്യാൺ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ പേരിൽ തന്നെ ഇതൊരു പോർട്ടലാണെന്ന്, ഒരു വെബ് പോർട്ടലാണെന്ന് മനസ്സിലാക്കുക. അതായത് ഈ ഇന്ത്യയിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകളിൽ നിന്നുള്ള കച്ചവടക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർപ്രീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുക്കുക, അതായത് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഈ പോർട്ടലിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വൺ സ്റ്റോപ്പ് പോയിന്റ് ആയിട്ട് ഈ ഒരു പോർട്ടൽ വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ഈ പറയുന്ന ലോണുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും ആ ലോണുകളുടെ നിലവിലുള്ള സ്റ്റാറ്റസ്, അതിൻ്റെ അപ്രൂവലിൻ്റെ മുമ്പായിട്ട് ഒരുപാട് അതിൻ്റെ പ്രോഗ്രസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഇതിലൂടെ അവർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ദേവിൻ ആണ്. സോ ദേവിൻ എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള AI സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ഓട്ടോണമസ് AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നാണ് ഈ ദേവിനെ വിളിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂളാണ് ഈ ദേവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള AI സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിൻ എന്ന് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 26 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. US ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ലൈഡ് AI ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേവിൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊരു AI ടൂളാണ്. അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോഡിങ്, ഡീബങ്ങിങ്, പ്രോബ്ലം സോൾവിങ് പോലുള്ള കാര്യങ്ങളിലൊക്കെ അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു AI ഏജൻ്റാണ്, AI ടൂളാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇത് മെഷീൻ ലേണിംഗ് ആൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ബേസിക്കലി മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, കോൺസ്റ്റൻ്റ്ലി ലേൺ ചെയ്യുകയും ഇമ്പ്രൂവ് ചെയ്യുകയും അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും ഗ്രോയിങ് ചാലഞ്ചസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ളൊരു AI ടൂളാണിതെന്ന് മനസ്സിലാക്കുക. ഇത് ഒരു എൻഡ് ടു എൻഡ് എന്നുള്ള രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ആപ്പുകൾ ബിൽഡ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ളൊരു ടൂളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്വന്തം AI മോഡൽസിനെ ട്രെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്യാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെയുള്ള കേപ്പബിലിറ്റിയും ഇതിനുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ എറേഴ്സിൽ നിന്ന് ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒന്നാണിതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻസീസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇത് ഗ്യാരണ്ടി നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹ്യൂമൻസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റി സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ഇതിന് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്, ഇതൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ജഡ്ജസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ജോയിനിങ് പൊളിറ്റിക്സ് എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലെ
കൽക്കട്ട ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജും ഒരു ഹൈക്കോടതി ജഡ്ജും അതുപോലെ തന്നെ ഒരു സീനിയർ IAS ഓഫീസറും ഒരു സീനിയർ സിവിൽ സർവൻറ്റും റീസെൻ്റ്ലി BJP അല്ലെങ്കിൽ അവിടുത്തെ ചില പൊളിറ്റിക്കൽ പാർട്ടീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആ ഒരു കോണ്ടാക്റ്റിൽ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12-നകത്ത് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഓൺ ജഡ്ജസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ജോയിനിങ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടാക്റ്റിൽ ഇതിൻ്റെ നെഗറ്റീവ് ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൽക്കട്ട ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ മറ്റൊരു സീനിയർ IAS ഓഫീസറും ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മുടെ ഇന്ത്യയിലെ ഹയർ ജുഡീഷ്യറിയിലുള്ള ആളുകൾ ഡയറക്റ്റ്ലി ഈവൻ റിട്ടയർമെൻറ്റിന് ശേഷം പോലും ഡയറക്റ്റ്ലി പൊളിറ്റിക്സിനകത്ത് എൻ്റർ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ ഈ ഗവർണർഷിപ്പ് പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളൊക്കെ സ്വീകരിക്കാറുണ്ടെങ്കിലും പാർട്ടി പൊളിറ്റിക്സിനകത്ത് അവർ ജോയിൻ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതും ഇപ്പോൾ ഈ കൽക്കട്ട ഹൈക്കോർട്ടിലേക്കുള്ള ഈ ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പ്രസൻ്റ്ലി സെർവിങ് ആയിട്ടുള്ളൊരു ജഡ്ജാണ്. അപ്പോൾ കൽക്കട്ട ഹൈക്കോർട്ടിൽ നിന്ന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഭരണഘടനാപരമായിട്ട് വിലക്കുകളൊന്നുമില്ല. പക്ഷേ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർക്ക് ചില റെസ്ട്രിക്ഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ഈ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നാമതായിട്ട്, ഒരു സുപ്രീം കോടതി ജഡ്ജായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ബോഡിയുടെ മുന്നിലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ മുന്നിലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഒരു ഹൈക്കോടതി ജഡ്ജായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജായിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുള്ള ഒരാൾ, അദ്ദേഹം ജഡ്ജായിട്ടിരുന്നിട്ടുള്ള ഹൈക്കോടതിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. മറ്റുള്ള ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലൊക്കെ അപ്പിയർ ചെയ്യുന്നതിന് പ്രശ്നമില്ല. അതുപോലെ തന്നെ CAG, അതുപോലെ തന്നെ UPSCയിലെയും സ്റ്റേറ്റ് PSCയിലെയൊക്കെ ചെയർമാൻമാർ, മെമ്പേഴ്സ്, ഇവർക്കൊന്നും സെൻട്രൽ ഗവൺമെൻറ്റിലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെങ്കിലും മറ്റുള്ള എംപ്ലോയ്മെൻറ്റുകളൊന്നും ടേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസസ് ഒന്നും ടേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജഡ്ജിമാർ, സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്, ഇവരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാവുന്നതിനൊന്നും, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പോസ്റ്റുകളിലേക്ക്, ഇപ്പോൾ ഗവർണർഷിപ്പ് പോലുള്ള പോസ്റ്റുകളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതിനൊന്നും പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ എസ്പെഷ്യലി ജുഡീഷ്യറിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ റാമിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആളുകൾക്കുള്ള ട്രസ്റ്റ് വലിയ രീതിയിൽ നഷ്ടപ്പെടും. ഇപ്പോൾ അത് ഈ കൽക്കട്ട ഹൈക്കോടതിൻ്റെ ഈ കേസിൽ ഇത് വലിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പലപ്പോഴും ഈ സുപ്രീം കോടതി ജഡ്ജിമാർ ഈ ഗവർണർഷിപ്പൊക്കെ സ്വീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാജ്യസഭാ നോമിനേഷൻ സ്വീകരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിരുന്ന സദാശിവം, അദ്ദേഹം കേരള ഗവർണറായിട്ടിരുന്ന സമയത്ത് സമാനമായിട്ടുള്ള ക്രിറ്റിസിസം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രഞ്ജൻ ഗൊഗോയ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സമയത്തും ഇതേ രീതിയിലുള്ള ക്രിറ്റിസിസം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിക്കെതിരായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹയർ ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ക്രിറ്റിസിസം, എസ്പെഷ്യലി ഗവൺമെൻറ്റിനെ, അതായത് ഭരിക്കുന്ന പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന് അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള രീതിയിലുള്ള വിധികൾ പറയുന്നതൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിറ്റിസിസം വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഇത് കൂടുതൽ ഇങ്ങനെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ആളുകളുടെ ട്രസ്റ്റ് ഇറോഡ് ചെയ്യാൻ കാരണമാകും എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് ബോഡീസിൻ്റെ പൊളിറ്റിസൈസേഷന് ഇത് കാരണമാകുമെന്ന് പറയാം. അതുപോലെ തന്നെ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു പരിധി വരെ ഇത് അണ്ടർമൈൻ ചെയ്യും. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറച്ചും കൂടി ചാൻസസ്, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു അളവോളം ഇത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സെർവിങ് ജഡ്ജ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹം മെമ്പറായിട്ടിരുന്നിട്ടുള്ള ബെഞ്ചുകളോ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയോ പറഞ്ഞിട്ടുള്ള എല്ലാ വിധികളും ആളുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരും. ഓക്കെ, ഈവൻ ഫെയർ ആയിട്ടുള്ളൊരു ഹിയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ജോയിൻ ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്കോ ആ ഗവൺമെൻറ്റിനോ അനുകൂലമായിട്ട് പറഞ്ഞിട്ടുള്ള വിധി പോലും ഇദ്ദേഹം ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുള്ളൊരു പ്രശ്നവും വരുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഈ ജുഡീഷ്യറിയിൽ നിന്നും അതുപോലെ തന്നെ ബ്യൂറോക്രസിയിൽ നിന്നൊക്കെയുള്ള, ഹയർ ബ്യൂറോക്രസിയിൽ നിന്നൊക്കെയുള്ള ആളുകൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ജോയിൻ ചെയ്യുന്നതിന് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ട് നമുക്ക് 3 അഡ്വാൻറ്റേജസ് പറയാൻ പറ്റും. ഒന്ന്, ഇത് കുറച്ചും കൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഈ ലോ മേക്കിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ പൊളിറ്റിക്സിനകത്ത്, നമ്മുടെ പോളിസി മേക്കിങ്ങിനകത്ത്, ഇവിടുത്തെ ലോ മേക്കിങ്ങിനകത്ത് ഈ കരിയർ പൊളിറ്റീഷ്യൻസ് അല്ലാത്ത ആളുകൾ വരുന്നതോടുകൂടി കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അവർക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ചുള്ള ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചും ഇതിൻ്റെ ലീഗൽ ആസ്പെക്ട്സിനെ കുറിച്ചും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി ഒരു ബെറ്റർ പേഴ്സ്പെക്റ്റീവ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ടാവും. മറ്റൊന്ന്, ഇത് ഇത്തരത്തിലുള്ള
പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അക്കൗണ്ടബിലിറ്റി വർദ്ധിപ്പിക്കാനും ഒരു പരിധിവരെ വേണമെങ്കിൽ സഹായിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടയിലുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഗ്യാപ്പ് വലിയ ഇതിൽ ബ്രിഡ്ജ് ചെയ്യാനും സഹായിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബ്യൂറോക്രാറ്റ്സിനും പൊളിറ്റീഷ്യൻസിനും ഈവൻ ദോ ഈ പൊളിറ്റീഷ്യൻസ് നിർമ്മിക്കുന്ന നിയമങ്ങളും അല്ലെങ്കിൽ അവരെടുക്കുന്ന പോളിസീസുമാണ് ബ്യൂറോക്രാറ്റ്സ് നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പേഴ്സ്പെക്റ്റീവ്സ് എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഈ ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ആളുകൾ പൊളിറ്റീഷ്യൻസ് ആയിട്ട് മാറുന്ന സമയത്ത് അവർക്കത് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ആളുകൾ പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ജുഡീഷ്യറി എങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ അവരിത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഒരു പരിധി വരെയൊക്കെ റിസോൾവ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇതൊരു പരിധി വരെ സഹായിക്കും എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇനി ഇതിന് നമുക്കൊരു വേ ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ടിപ്പിക്കലി ആൾക്കാർ പറയുന്നൊരു സംഭവമാണ്. എസ്പെഷ്യലി നമ്മൾ ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുപ്രീം കോടതി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ആളുകളുടെ മുകളിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആസ്പിറേഷൻസ് വെച്ച് പുലർത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യണമെന്ന് പറയാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു കൂൾ ഓഫ് പീരിയഡ് ഇമ്പോസ് ചെയ്യണമെന്നും പറയാം. അതായത് ഇവർ റിട്ടയർ ആവുകയോ രാജിവെക്കുകയോ ചെയ്ത് കഴിഞ്ഞ് ഒരു സെർട്ടൈൻ ടൈം പീരിയഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള ഓഫീസസ് സ്വീകരിക്കാൻ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.